നിങ്ങൾക്ക് എന്താണ് ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഇന്ത്യയെ സംരക്ഷിക്കാൻ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? അല്ല. അപ്പോൾ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അതെങ്ങനെ നേടിയെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു. പിന്നെ ബി ജെ പിയെ ജനറലി നിങ്ങൾ പേടിക്കുന്നു. അതാണ് നിങ്ങളെപ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്ന ഫൈൻ. ഞാൻ കോൺഗ്രസിനല്ല പറയുന്നത്. കോൺഗ്രസ് അവർ തമ്മിൽ ഐഡിയോളജിക്കലായിട്ട് തീരാത്ത വ്യത്യാസങ്ങളുണ്ട് പല കാര്യത്തിലും. പക്ഷേ ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ ഇവന്മാർ സഖ്യകക്ഷികൾ ഒരു കൊല്ലത്തെ വീട്ടിൽ ID മറ്റേ ED ഒക്കെ കയറിയിട്ടുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കുറേയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം ഓറീസ് എന്ന MPയുടെ വീട്ടിൽ നിന്ന് എത്ര കണക്ക് പൈസ ഇട്ട് നമ്മളിവിടെ 5 വയസ്സല്ലാതെ ബുദ്ധിമുട്ടുമാണ് അങ്ങനെ കെട്ടായി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്താ കാണിക്കുന്നത്? മാത്രമല്ല നമുക്കറിയാം ഈ പല പൊളിറ്റീഷ്യൻസും ഇവന്മാരെങ്ങനെ ഒന്നും ഇല്ലായ്മയെന്ന് വന്ന് ഇത്ര എത്തിയത് എങ്ങനെ ഇപ്പോൾ അന്വേഷണം നടന്നിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഭരിച്ച സമയം കോൺഗ്രസ് എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നുള്ളതുകൊണ്ട് ആരെയും ഒരു പരിധി കൂടുതൽ കോൺഗ്രസ് മുഖം കറപ്പിക്കില്ലായിരുന്നു. അപ്പോൾ അവരങ്ങ് കോംപ്രമൈസ് ചെയ്ത് പോകുമായിരുന്നു. പല കാര്യങ്ങളും നമ്മൾ കണ്ടു. BJPക്ക് അതല്ല. BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ കത്തോലിക്ക സഭയെ കൊണ്ട് വന്നില്ല. അവർക്ക് 100 വർഷം 200 വർഷത്തെ ഒരു ലക്ഷ്യമുണ്ട്. അവർ ഓരോന്നായിട്ട് ആ പതുക്കെ അതിലേക്ക് അച്ചീവ് ചെയ്യുക. അതിനൊന്ന് ഈ പറയുന്നതിൻ്റെ മാതിരി ഈ ക്ലീൻ ഇന്ത്യ എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അവർ രാഷ്ട്രീയവും കൂടി ഉണ്ട്. രണ്ടും കൂടി മിങ്കിൾ ചെയ്താണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു. പേടിക്കുന്നത് എങ്ങനെ നിങ്ങൾ BJPനെ അടിച്ചു? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് BJPക്ക് എതിരെ ഉള്ളതുകൊണ്ടാണോ? അപ്പോൾ എന്നിട്ട് പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് ചെയ്യാൻ പറ്റുമ്പോൾ മാക്സിമം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ ഇതിൽ കൂടുതൽ എന്തോന്ന് ചെയ്യാനാണ്? അപ്പോൾ അത് ജനങ്ങൾക്ക് ഇനി ജനങ്ങൾക്കത് മനസ്സിലാവണം. ജനങ്ങൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് വലിയ ഹിരാക്കുണ്ട് പോലെയുള്ള പദ്ധതികളെ കൊണ്ടുവന്ന് ഗ്രാമത്തിൽ വെള്ളം എത്തിച്ചു, ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മോഡി ചെയ്യുന്നത് വെച്ചാൽ അവരുടെ അടുത്ത ഘട്ടത്തെ മോഡി അഡ്രസ്സ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഗ്യാസ് കുറ്റി, വീട്, അതുപോലെ തന്നെ ശുദ്ധജല വിതരണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചുട്ടപ്പമായിട്ട് എത്തിക്കുകയാണ്. കോൺഗ്രസ് എത്തിയ വലിയ പദ്ധതികൾ കൊണ്ടത് നിങ്ങളതിന് വരുമാനം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ചുട്ടപ്പം പോലെ എത്തിക്കുകയാണ്. കോൺഗ്രസ് നിങ്ങൾ പറഞ്ഞല്ലോ ഈ 20 സീറ്റ് 2014 മുമ്പുള്ള ഇലക്ഷൻ നേടി. അതെന്തുകൊണ്ടാണ്? പ്രധാനമായിട്ട് MRIG എന്ന് പറഞ്ഞുള്ള പരിപാടി ഉണ്ടല്ലോ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. സത്യത്തിൽ ബേസിക്കലി അതാണ്. അത് ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളും ഈ പാവങ്ങൾക്കൊന്നും ഈ ഗവൺമെൻറ് ചിലവാക്കുന്ന കാശത്തിലായിരുന്നു. അത് വലിയൊരു രീതിയിൽ എത്തിക്കാൻ ആ പദ്ധതി കൊണ്ട് കഴിയുണ്ടായി. സത്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു ഫീൽ ഗുഡ് ഫാക്ടറിൻ്റെ ഗുണഭോക്താവായിരുന്നു ആ കാലഘട്ടത്തെ കോൺഗ്രസിൻ്റെ വിജയം. ഞാൻ പറയുന്നത് അത്തരം പോളിസീസായിട്ട് ഈ കണ്ടതിനൊക്കെ ഈ മോഡീനെ ഇങ്ങനെ എതിർക്കും. മോഡി അവിടെ നിന്ന് വളരെ ചെയ്യുന്നത്. നിങ്ങളെത്ര ഇന്ത്യയിൽ നമുക്ക് വിശ്വാസം, നിങ്ങൾ ഒരേ കൂടുതൽ ദുഷിച്ച് പറയുമ്പോൾ അയാൾ വളരുമെന്നൊരു വിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെയാണ് മോഡിയുടെ കാര്യം, പിണറായിയുടെ കാര്യം. നിങ്ങൾ ദുഷിച്ച് പറയുന്നതിനനുസരിച്ച് ഇവർ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ക്രിയാത്മകമായിട്ട് അവരെ നേരിട്ട് കൊണ്ട് നിങ്ങളെ ഇന്നലെ നിങ്ങൾ നല്ലൊരു ഇന്നലെ ഉണ്ട്. കാരണം ഒരുപക്ഷെ ആഫ്രിക്ക പോലെ തകർന്ന് തരിപ്പണമായി ഛിന്നഭിന്നമായി പോകുമായിരുന്ന ഒരു രാജ്യത്തെ പല ദേശീയത തമിഴന്മാരും ആസാമീസൊക്കെ കാട്ടിക്കൂട്ടി നമുക്കറിയാലോ. ഇങ്ങനെ ഇന്ന് മോഡിക്ക് അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ എത്തിച്ചതിൽ കോൺഗ്രസിന് വലിയൊരു പങ്കുണ്ട്.